Hey my dear beautiful souls, welcome back to my channel Divine Speaks. ഇന്ന് നമുക്ക് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മന്ത് എന്തൊക്കെ എനർജി വൈബ്രേഷൻസ് ആണ് ഉണ്ടാകുക, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഉണ്ടാകുക. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു മാസം ഒക്ടോബർ മന്ത് എന്തൊക്കെ മേജർ ട്രാൻസ്ഫോർമേഷൻ ആണ് അവരുടെ ലൈഫിൽ ഉണ്ടാകുക, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് നൽകുക, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് നൽകുക. ഓ ഗോഡ്. ഓക്കെ, ഇവരുടെ കരിയറിലും റിലേഷൻഷിപ്പിലുമൊക്കെ എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് ഉണ്ടാകുക. ഓക്കെ, നിങ്ങൾക്ക് കഴിഞ്ഞ മാസത്തിലുണ്ടായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ മാസം കുറച്ച് വരെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളോട് തന്നെ പൊരുതുന്ന പോലെയാണ് കാണുന്നത്. വേദന, മാനസികമായ വേദന, സമ്മർദ്ദമൊക്കെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആരോടുമില്ലാതെ യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഒരു എന്താ പറയാ, ചിലപ്പോൾ നിങ്ങളോട് തന്നെ ആയിരിക്കും, നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളോടായിരിക്കും നിങ്ങൾ പൊരുതേണ്ടി വരിക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരോടൊക്കെ ചിലപ്പോൾ കലഹിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നല്ല എനർജിയിലാണ്. നിങ്ങൾ സ്ഥിര ഉത്സാഹം കാണിക്കുന്നവരാണ്. ഈ മാസം വളരെ സ്ഥിര ഉത്സാഹികളായിരിക്കും. ജോലിയിലോ പഠിത്തത്തിലോ അല്ലെങ്കിൽ ഏത് കാര്യത്തിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒക്കെ ചിലരൊക്കെ കൂടെ നിന്നിട്ട് നിങ്ങളെ പറ്റിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ചിലതൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവര് ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും സഹിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യ കുറച്ച് ദിവസങ്ങളിൽ ഒരു സ്ട്രഗ്ലിംഗ് ഫീൽ ചെയ്യാം, മേ ബി. ഓക്കെ, തിരിച്ചറിവുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഈ വേദനകളിൽ നിന്നൊക്കെ നിങ്ങൾ വളരെയേറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവാം. അതുപോലെ നിങ്ങളുടെ ലോ ഓഫ് കർമ്മ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മന്താണ്. നിങ്ങൾ നേരത്തെ ചെയ്തിരുന്നതിൻ്റെ ഒക്കെ നല്ല പ്രവർത്തികളുടെയൊക്കെ ഫലം, നിങ്ങൾ ചെയ്ത കർമ്മയുടെ എന്താ പറയാ, ചെയ്ത കർമ്മത്തിൻ്റെയൊക്കെ ഫലം നമ്മൾ വാങ്ങിക്കാനുള്ള ഒരു മാസം കൂടിയാണ് ഈ ഒരു ഒക്ടോബർ മന്ത്. അപ്പോൾ നമ്മുടെ കർമ്മ എക്സിക്യൂട്ട് ആവും. ഓക്കെ, നമ്മുടെ ലൈഫൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നാണുള്ളത്. മിതത്വമൊക്കെ പാലിക്കുക, ഓവർ എക്സ്പെൻസ് ഒന്നും ഈ മന്ത് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ നല്ല പ്രോസ്പെറിറ്റി ഒക്കെ ഉണ്ട്. നല്ല പ്രോസ്പെറിറ്റി, അതായത് ബിസിനസ്സിലേക്ക് നല്ല വിജയമാണ് കാണുന്നത്. സേവിങ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് കൺവേ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ട്. ഒരു പക്ഷേ കുറച്ച് വെല്ലുവിളികൾ നിങ്ങളുടെ ലൈഫിൽ നേരിടേണ്ടതായിട്ട് വരാം. അത് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. സോൾവ് ആവുമെങ്കിലും നിങ്ങൾക്കത് അവരെ കൺവിൻസ് ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുത്തായിട്ട് വരാം. ഓക്കെ, നിങ്ങൾ എന്ത് ചോയ്സ് എടുക്കണം എന്നറിയാം. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ചില സമയങ്ങളിൽ ഒക്ടോബർ മന്ത് ഉണ്ടാവാം. ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റാതെ വരിക, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ സ്റ്റിക്ക് ഓൺ ആവുക. ഏതെങ്കിലുമൊക്കെ ചില അവസരങ്ങളിൽ സ്റ്റിക്ക് ഓൺ ആയി നിൽക്കുകയാണ് നിങ്ങൾ, മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നതായിട്ട്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഒക്ടോബർ മന്തിൽ കുറേയേറെ എനർജി നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. സോ അതിലേക്ക് കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, പക്ഷെ പ്രോസ്പെറിറ്റിയും യൂണിവേഴ്സിന്റെ സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. കർമ്മ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലോ ഒക്കെയുള്ള എന്തെങ്കിലും കർമ്മ നല്ല ഫലമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എഫക്റ്റ് കിട്ടാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ
നേരത്തെ നിങ്ങളാൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഫലങ്ങളാകാം കിട്ടുന്നത്. ഓക്കെ, സേവിങ്സ് ഒക്കെ വരുന്നുണ്ട്, സാമ്പത്തികമൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ലൈഫിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ആൾക്കാർ തന്നെ ഒരു പക്ഷേ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഈ ഒരു സ്ട്രഗിളിങ് എനിക്ക് തോന്നുന്നത്, എനിക്കിതിൽ ഈ കാർഡ്സിൽ കാണാൻ കഴിയുന്നത് ദ പ്രീവിയസ് മന്തിൽ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂഷൻ ആണ് ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, നിങ്ങളുടെ കഴിഞ്ഞ മാസത്തിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെയാണ്. അതർവൈസ് നിങ്ങളുടെ ഒക്ടോബർ മന്ത് വരുമ്പോൾ നല്ലതായിട്ട് തന്നെയാണ് വരുന്നത്. പ്രോസ്പെറിറ്റി ഒക്കെ ഉള്ള ഒരു, എന്താ പറയുക, ഐശ്വര്യമുള്ള ഒരു മന്തായിട്ട് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ എന്താ പറയുക, വാക്കുകൾ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു ഫീലൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തുറന്നടിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നത് നിങ്ങളുടെ എതിർ നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ ആ ഒരു സെൻസിൽ എടുക്കാൻ പറ്റാതെ എന്തെങ്കിലും കലഹങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സോ ആ ഒരു എന്താ ചെയ്യുക, അതൊക്കെ ഒന്ന് മൈൻഡ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുക, എക്സർസൈസ് ഒക്കെ ചെയ്യുക. ഓക്കെ, അതൊക്കെ കൂടുതൽ ഗുണം ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി മാത്രം നിങ്ങൾ കണക്ട് ചെയ്യുക, നിങ്ങൾ അട്രാക്ട് ചെയ്യുക. ഓക്കെ, അല്ലാത്തവ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, hope you like this video. Thank you for watching. Stay tuned. Have a nice day.